നമസ്കാരം. നമ്മുടെ നാട്ടിലെ 30 വയസ്സിൽ താഴെ പ്രായമുള്ള യുവാക്കളുടെ ഇടയിൽ HIV ബാധ തുടരുന്നു എന്ന വാർത്തയാണ് നാം കഴിഞ്ഞ ദിവസവും ഇന്നും ഇന്നലെയൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. കാരണമായി പറഞ്ഞത് തവനൂർ ജയിലിലെ ഒരു അതിഥി തൊഴിലാളിയെ സാധാരണഗതിയിൽ എയ്ഡ്സ് കൺട്രോൾ ബോർഡുമായി ചേർന്ന് നടത്തുന്ന ഈ ജയിലിലുള്ള തടവുകാരുടെ ഇടയിൽ നടത്തുന്ന നിരന്തരം പരിശോധനകൾ നടത്താറുണ്ട്. അത്തരമൊരു പരിശോധനയിൽ കണ്ടുപിടിച്ചതാണ് ഒരാൾക്ക് എയ്ഡ്സ്. അയാളിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടി വന്നപ്പോൾ 6 അതിഥി തൊഴിലാളികൾക്കും 4 മലയാളികൾക്കും HIV പോസിറ്റീവായി എന്നുള്ള വാർത്തയാണ് നാം കേട്ടത്. അതുമായി കണക്ട് ചെയ്ത് ധാരാളം ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഈ സാധനം HIV എന്ന് പറയുന്ന ഈ മാരകമായ രോഗം കടന്നുകൂടുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ബ്രൗൺ ഷുഗറും രാസലഹരി ഉപയോഗിക്കാൻ ഒരേ സിറിഞ്ച് കൊണ്ട് കൂട്ടം കൂടിയിരുന്ന് പരസ്പരം കുത്തിക്കളിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളിലൊക്കെ തന്നെ അപ്പോൾ തന്നെ ആ ഉപയോഗിക്കുന്ന സിറിഞ്ച് കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. ഈ രോഗാണുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഈ ഒരു സിറിഞ്ചിനകത്ത് കടന്നു കഴിഞ്ഞാൽ 10-30 ദിവസം വരെ വേണമെങ്കിൽ അത് ജീവനോടെ ഇരിക്കും എന്നുള്ളതാണ്. വലിയ ടെമ്പറേച്ചറിൽ ഇത് ചൂടാക്കിയെങ്കിൽ മാത്രമേ നശിക്കാറുള്ളൂ. ആ സൂചി തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. മയക്കുമരുന്ന് മേടിക്കാൻ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് മേടിക്കുമെങ്കിലും 5-10 രൂപ കൊടുത്ത് ഡിസ്പോസിബിൾ സിറിഞ്ച് മേടിക്കാൻ തയ്യാറാവാത്തതിൻ്റെ ഒരു കാരണമാണിത്. ഒന്നത്. രണ്ടാമത് കൂട്ടം കൂടിയിരുന്ന് ഈ വിഷം തൻ്റെ ശരീരത്തേക്ക് കുത്തിവെക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു കാരണം കൂടിയാണ് ഇത്തരം ഒരു ലഹരി വ്യാപനത്തിന് കാരണമായിട്ടുള്ളത്. ലഹരി കച്ചവടം ഏതൊക്കെ രീതിയിൽ വർദ്ധിപ്പിക്കാമോ ആ രീതിയിലൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്. എനിക്കൊന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം എന്ന് പറയുന്നത് മലയാളിയുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് നമ്മളെ ഭരിക്കുന്ന സർക്കാരുകൾ തന്നെ പറയുകയാണ്. 29 ബാറുകളെ 900 ബാറുകളാക്കി മാറ്റുകയും നമ്മുടെ പെട്ടിക്കടകളിൽ പോലും മദ്യം കൊടുത്ത് എങ്ങനെ കാശുണ്ടാക്കാമെന്നതിനെപ്പറ്റി സർക്കാർ ചിന്തിക്കുകയും ചെയ്യുന്നതാണ് ഇതിൽ പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യം. ചെറിയ ലഹരികളൊന്നും തന്നെ നമ്മുടെ യുവാക്കളുടെ തലച്ചോറിനെ മന്ദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവർ പുതിയ ലഹരികൾ തേടിപ്പോവുകയാണ്. തീരെ കാശ് കുറവുള്ളവർ കഞ്ചാവ് മേടിച്ച് കഴിക്കുന്നു. അങ്ങനെ കഞ്ചാവിൻ്റെ വ്യാപനവും ഉണ്ടായി. ഏത് രീതിയിൽ പറഞ്ഞാലും ഈ ലഹരി വ്യാപനം കൊണ്ട് നഷ്ടപ്പെടുന്നത് വരുന്ന ഒരു തലമുറയാണെന്നുള്ള കാര്യം സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അധികാരികളും ഓർമ്മിക്കാത്തതാണ് നമ്മുടെ ഈ ദുസ്ഥിതിക്ക് കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലഹരി കച്ചവടത്തിലൂടെ കിട്ടുന്ന കോടിക്കണക്കിന് രൂപ തങ്ങളുടെ മക്കൾക്കും തങ്ങളുടെ പിൻഗാമികൾക്കും വേണ്ടി വർദ്ധിതമായ രീതിയിൽ വർദ്ധിപ്പിച്ചെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരറിഞ്ഞോ അറിയാതെയോ ഒരു സമൂഹത്തെ മൊത്തം നശിപ്പിക്കുകയാണ്. ഈ പറയുന്ന HIV എന്ന് പറയുന്ന രോഗാണു ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ ഈ ബാധിച്ച സമയം മുതൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ നശിപ്പിച്ച് അവസാനം എഴുന്നേൽക്കാൻ വയ്യാത്ത രീതിയിൽ അവസ്ഥയിലെത്തി അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചിട്ടാണ് മനുഷ്യനെ കൊല്ലുന്നെന്നുള്ള കാര്യം നമ്മുടെ യുവാക്കൾ ഓർക്കുക. നമ്മുടെ മിക്ക താലൂക്ക് ആശുപത്രികളിലും ഇതിൻ്റെ ടെസ്റ്റ് നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി വേറെ കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. ഈ പറയുന്ന സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ച് HIV ബാധിച്ച ഒരാൾ തൻ്റെ പങ്കാളികളോടൊപ്പം കിടക്ക പങ്കിടുമ്പോൾ അവരിലൂടെ അത് വ്യാപിക്കുകയാണ്. അപ്പോൾ ഒന്നും അറിയാതെ വീട്ടിലിരുന്ന സ്ത്രീ കൂടി അവൻ്റെ പങ്കാളി കൂടി ഈ രോഗത്തിന് പിടിയിലാവുകയാണ്. അവരെന്ത് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ്, എന്ത് മയക്കുമരുന്ന് കഴിച്ചിട്ടാണ്, എന്ത് തരം ബ്രൗൺ ഷുഗർ കുത്തിവെച്ചിട്ടാണ് അവർക്ക് ഈ രോഗം ഉണ്ടായത്? ശരിക്കും പറയാം, പരോക്ഷമായിട്ട് തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ സമൂഹത്തെയും നശിപ്പിക്കുന്ന രീതിയിലായി മാറിയിരിക്കുന്നു നമ്മുടെ ലഹരി വ്യാപനം എന്ന് പറയണം. വേറൊരു കാര്യം കൂടി ഓർക്കുക. അതിഥി തൊഴിലാളികൾ എന്ന് പറയും നമ്മുടെ നാട്ടിൽ വിദേശത്ത് പോയി ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരാരും അതിഥി തൊഴിലാളികളെന്നോ അതിഥി മലയാളിയെന്നോ ലോകത്തൊരാളും വിളിച്ചിട്ടില്ല. ഇവിടെ ഇവർക്കൊക്കെ ആധാർ കാർഡ്, വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് ഇവരുടെ വോട്ട് വാങ്ങി ജയിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ചടുലമായ പ്രക്രിയ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ചില മുനിസിപ്പാലിറ്റികളിലെയും പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകൾ മുഴുവൻ ഈ അതിഥി തൊഴിലാളികളാണ്. ഇവർ മൊത്തം പശ്ചിമ ബംഗാളിൽ നിന്നോ ബീഹാറിൽ നിന്നോ കർണാടകയിൽ നിന്നോ വന്നവരൊന്നുമല്ല. ഇതൊക്കെ മറ്റ് ബംഗാളിൽ നിന്നൊക്കെ കുടിയേറി ഇവിടെ വന്ന് പല കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഇവിടെ വന്ന് ഒരുപക്ഷെ ലഹരി കച്ചവടത്തിന് വേണ്ടി വന്നവരായിരിക്കാം. ഇവരെ ഒന്ന് സ്ക്രീൻ ചെയ്യാനുള്ള ഒരു നടപടിയും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. നമ്മൾ ഓർക്കണം. അവരിവിടെ വന്നിട്ട് നമ്മുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ഇവിടെ അസുഖം ജീവിക്കുകയാണ്. നാളെ ഒരിക്കൽ ഇവന് വലിയ കൊടും കുറ്റവാളിയാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. അപ്പോൾ നമ്മൾ ഞെട്ടും. അപ്പോൾ ഗവൺമെൻറ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചടകുടഞ്ഞ് നിൽക്കും. അതല്ല വേണ്ടത്. ഈ വരുന്ന ഓരോ തൊഴിലാളിയെയും സ്ക്രീൻ ചെയ്യാനുള്ള അവസരം സംസ്ഥാന സർക്കാർ ഉണ്ടാവണം. ഇവർക്ക് മനോഹരമായ രീതിയിൽ ഇവരെ തിരിച്ചറിയാനുള്ള ഐഡൻറ്റിഫിക്കേഷൻ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം.
ഓരോ പോലീസ് സ്റ്റേഷനിലും ജനമൈത്രി പോലീസ് എന്ന പേരിൽ 1-2 പേരുണ്ട്. ഇവർ വിചാരിച്ച് നടക്കാവുന്ന കാര്യമുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരെല്ലാം വിളിക്കുകയും കൂടി നിന്ന് പരിശോധനയൊക്കെ നടത്തും. അല്ലാത്ത ഒരു നടപടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഓർക്കുക. നിങ്ങൾ ഓർക്കേണ്ടത്, ഇതുപയോഗിച്ച് ജീവിക്കുന്നവർ ഓർക്കേണ്ടത്, നിങ്ങളുടെ പങ്കാളിക്കും മക്കൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ്. കാരണം നിങ്ങളുടെ ലഹരിയോടുള്ള അമിതമായ ആവേശമാണ്. സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ കാര്യം ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല എങ്കിൽ വരും തലമുറ എന്ന് പറയുന്നത് ലഹരിക്കും ഇത്തരം HIV പോലുള്ള മഹാരോഗങ്ങൾക്കും അടിമകളായി മുമ്പോട്ട് പോകുന്ന കാര്യം നമുക്ക് ഇവരോട് ഓർമ്മിപ്പിക്കാതെയും പറയാതെയും വയ്യ.